ഹായ് ഫ്രണ്ട്സ്, 10ാം ക്ലാസ് ബേസായുള്ള എക്സാമുകൾക്ക് വേണ്ടി മുൻവർഷ ചോദ്യപേപ്പറിൽ ഇത് LDC 2014 പാലക്കാട് ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഗവർണർ. ഈ എക്സാം നടക്കുന്ന സമയത്ത് രഘുനാഥ രാജനായിരുന്നു, എന്നാൽ ഇപ്പോഴത് ശക്തികാന്ത ദാസാണ്. ശക്തികാന്ത ദാസാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. റിസർവ് ബാങ്കിൻ്റെ 24ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് രൂപീകൃതമായ വർഷം 1935 ഏപ്രിൽ 1. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് രൂപീകൃതമായത്. ആസ്ഥാനം നരിമാൻ പോയിൻ്റാണ്. മുംബൈയിലെ നരിമാൻ പോയിൻ്റാണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം. ഇന്ത്യയിൽ ബാങ്കുകളുടെ ബാങ്ക്, കേന്ദ്ര ബാങ്ക് എന്നിങ്ങനെ അറിയപ്പെടുന്ന റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയും വൃക്ഷം എണ്ണപ്പനയുമാണ്. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993. 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 1993 സെപ്റ്റംബർ 22 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. 1993 സെപ്റ്റംബർ 28. ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന് 1998 ഡിസംബർ 11. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ജനീവയാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം. 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനവും ജനീവയാണ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനവും ജനീവയാണ്. 1919 രൂപീകൃതമായ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനവും ജനീവയാണ്. ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ്. പാരീസിലാണ് യുനെസ്കോ സ്ഥിതി ചെയ്യുന്നത്. ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയാണ് യുനെസ്കോ. ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയാണ് യുനെസ്കോ. കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് യുനിസെഫ്. യുനിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ന്യൂയോർക്കാണ് യുനിസെഫിൻ്റെ ആസ്ഥാനം. ഇത് കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ്. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് 1946. UNHRC. അതിൻ്റെ ആസ്ഥാനവും ജനീവയാണ്. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം ജനീവയാണ്. അന്താരാഷ്ട്ര കാർഷിക വികസന നിധി IFDയുടെ ആസ്ഥാനം റോമാണ്. അന്താരാഷ്ട്ര ടെലികമ്മ്യൂണിക്കേഷൻ സമിതി ITUവിൻ്റെ ആസ്ഥാനവും ജനീവയാണ്. കൂനൻകുരിശ് സത്യം നടന്ന വർഷം 1653. 1653 കൂനൻകുരിശ് സത്യം നടന്നത്. ഉദയംപേരൂർ സുന്നഹദോസിന്റെ തുടർച്ചയായി സംഭവിച്ചതാണ് കൂനൻകുരിശ് സത്യം. 1599 ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത്. കൂനൻകുരിശ് സത്യത്തിന്റെ ഫലമായി കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ റോമസഭയെ ആരാധിക്കുന്ന റോമ സുറിയാനികളെന്നും പോപ്പിന്റെ അധികാരത്തെ പരിത്യജിക്കുന്ന യാക്കോബായ സുറിയാനികളെന്നും രണ്ടായി പിരിഞ്ഞു. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ ആസ്ഥാനം ടിസ്കോ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയതാണ്. ശരിയായിട്ടുള്ള ഉത്തരം മുംബൈ ആണ്. ടാറ്റ ആൻഡ് അയൺ സ്റ്റീൽ കമ്പനിയുടെ ആസ്ഥാനം മുംബൈ ആണ്. ആസ്ഥാനമാണ് മുംബൈ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരിലാണ്. ആസ്ഥാനം മുംബൈയിലും ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരിലുമാണ്. ജംഷഡ്ജി ടാറ്റയാണ് ടാറ്റ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത്. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവാണ് ജംഷഡ്ജി ടാറ്റ. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. റൂർക്കലെ സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണ്. ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ച റൂർക്കലെ സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണ്. ബൊക്കാറോ
ജാർഖണ്ഡിലാണ്. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ബൊക്കോറോ ജാർഖണ്ഡിലാണ്. ഭിലായ് റഷ്യയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. ഭിലായ് റഷ്യയുടെ സഹായത്തോടെ. റൂർക്കലെ ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. ദുർഗാപൂർ പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടൻ്റെ സഹായത്തോടെ നിർമ്മിച്ചു. ബൊക്കോറോ നിർമ്മിക്കാൻ റഷ്യയാണ് സഹായിച്ചത്. ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറാണ് താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത്. മാർബിളിലെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് താജ്മഹലാണ്. മാർബിളിലെ ഇതിഹാസം. ഷാജഹാൻ ഭാര്യ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ. താജ്മഹലിലെ ശില്പി ഉസ്താദ് ഈസയാണ്. ഉസ്താദ് ഈസ. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്ന് വിശേഷണമുള്ളത് താജ്മഹലിനാണ്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി VP മേനോൻ. VP മേനോനായിരുന്നു നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണത്തിനായി നിയമിച്ച കമ്മിറ്റിയാണ് ഫസൽ അലി കമ്മിറ്റി. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 565 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 565 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല വഹിച്ചത്. മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ രാഷ്ട്രീയ ഉപദേശകനും VP മേനോനായിരുന്നു. VP മേനോനായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ രാഷ്ട്രീയ ഉപദേശകൻ. ഇന്ത്യയിൽ ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളിയും VP മേനോനാണ്. ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയും VP മേനോനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, ജുനാഗഡ്, കാശ്മീർ എന്നിവയാണ്. ഹൈദരാബാദ്, ജുനാഗഡ്, കാശ്മീർ. ഗോവ വിമോചന സമയത്തെ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി VK കൃഷ്ണമേനോനായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ബ്രിട്ടനിലെ ഇന്ത്യയുടെ ആദ്യ സ്ഥാനപതിയും VK കൃഷ്ണമേനോനായിരുന്നു. 2005 പാർലമെന്റ് പാസാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി NREGS ആണ് 2005 പാർലമെന്റ് പാസാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി. IAY എന്നത് ഇന്ദിര ആവാസ് യോജനയാണ്. 1985 തുടങ്ങിയ ഇന്ദിര ആവാസ് യോജനയാണ് IAY. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ഭവന നിർമ്മാണത്തിനും പുനരുദ്ധാരണത്തിനുമായി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് IAY, ഇന്ദിര ആവാസ് യോജന. SGSY എന്നാൽ സ്വർണജയന്തി ഗ്രാം സരോസ്കർ യോജനയാണ്. 1999 രൂപീകൃതമായ സ്വർണജയന്തി ഗ്രാം സരോസ്കർ യോജന. ദരിദ്രരുടെ സ്വയം സഹായ സംഘം രൂപവൽക്കരിച്ച് അവയുടെ നേതൃത്വത്തിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുക എന്നതാണ് SGSYയുടെ പ്രധാന പ്രവർത്തനം. SG ആണ്, J അല്ല. SJSRYയുടെ പൂർണ്ണരൂപം സ്വർണജയന്തി ഷഹരി റോസ്കർ യോജനയാണ്. 1997 രൂപീകൃതമായ സ്വർണജയന്തി ഷഹരി റോസ്കർ യോജന. നഗരപ്രദേശങ്ങളിലെ ദരിദ്ര നിർമ്മാർജ്ജനമായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. 10 വർഷക്കാലം മണിപ്പൂരിൽ നിരാഹാര സമരം അനുഷ്ഠിച്ച മനുഷ്യാവകാശ പ്രവർത്തക ഇറംഷാനു ശർമിള. ഇറംഷാനു ശർമിളയായിരുന്നു 10 വർഷക്കാലം മണിപ്പൂരിൽ നിരാഹാര സമരം അനുഷ്ഠിച്ച മനുഷ്യാവകാശ പ്രവർത്തക. മണിപ്പൂരിൽ വിഘടനവാദികളുടെ പ്രവർത്തനം വർദ്ധിച്ചതുകൊണ്ട് പട്ടാളത്തിൻ്റെ പ്രത്യേക അധികാര നിയമം അഫ്സ പ്രകാരം ആരെയും വെടിവെച്ചു കൊല്ലാനും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും ഏത് കെട്ടിടവും ഇടിച്ചു നിരത്താനും അധികാരമുണ്ട്. ഈ നിയമം പ്രയോഗിക്കുന്നതിനെതിരെ പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകയായ ഇറംഷാനു ശർമിള 10 വർഷക്കാലമായി നിരാഹാരത്തിലായിരുന്നു. നർമ്മദാ നദിയിൽ സർദാർ സരോവർ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പരമ്പരാഗത തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയ മനുഷ്യാവകാശ പ്രവർത്തകയാണ് മേധ പട്കർ. മ്യാൻമറിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ അവകാശങ്ങൾക്കും വേണ്ടി നടത്തുന്ന സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആങ് സാൻ സൂചിയാണ്. ആങ് സാൻ സൂചി.
ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിദേശത്ത് വച്ച് ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയും മാഡം ഭിക്കാജി കാമയാണ്. മണിപ്പൂരിൻ്റെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്നത് ഇറോംഷാൻ ശർമിളയാണ്. ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോഴും ഭൂമിക്കടിയിലൂടെ ഒഴുകുകയും ചെയ്യുന്ന നദി. സരസ്വതി നദി. സരസ്വതി നദിയാണ് ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോഴും ഭൂമിക്കടിയിലൂടെ ഒഴുകുകയും ചെയ്യുന്ന നദി. ഇന്ത്യൻ നദികളെ പ്രധാനമായി രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയൻ നദികളെന്നും. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നതും ഇന്ന് നിലവിൽ ഇല്ലാത്തതുമായ നദിയാണ് സരസ്വതി. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി. കരബന്ധി നദി മരുഭൂമിയിൽ അവസാനിക്കുന്നു. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി നദിയാണ്. മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൻതായ് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് താപ്തി. താപ്തി നദി മധ്യപ്രദേശിലെ ബൈതുൽ ജില്ലയിലെ മുൻതായ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ്. സൂററ്റ് താപ്തി നദിയുടെ കരയിലാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. ദാമോദർ നദിയാണ് ബംഗാളിൻ്റെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നർമ്മദ, താപ്തി എന്നിവ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികളാണ്. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. സിയാച്ചിൻ ഗ്ലേസിയറിലൂടെ ഒഴുകുന്ന നദി നൂബ്രയാണ്. നൂബ്ര.